കുട്ടികളിൽ ഉണ്ടാകുന്ന സെൻസറി ഇഷ്യൂസിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പ് ആദ്യം എന്താണ് സെൻസറി അല്ലെങ്കിൽ സെൻസറി ഇഷ്യൂസ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബേസിക് ആയിട്ടുള്ള സെൻസറീസിൽ ഉൾപ്പെടുന്നത് വിഷൻ, ഹിയർ, സ്മെല്ല്, ടച്ച് ഇതൊക്കെയാണ്. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള മറ്റ് 2 ടൈപ്സ് ഓഫ് സെൻസറിയിൽ വരുന്നതാണ് പ്രൊപ്രിയോസെപ്ഷനും അതുപോലെ തന്നെ വെസ്റ്റിബുലാറും. സ്മെല്ല്, ടച്ച്, ഹിയർ ഇതൊക്കെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. അതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സെൻസറിയിൽ വരുന്നതാണ്. പക്ഷേ പ്രൊപ്രിയോസെപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടി ഒരു പോസ്ചറിൽ ഇരിക്കുമ്പോൾ കുട്ടി എങ്ങനെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടിയുടെ ബോഡി അലൈൻമെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രൊപ്രിയോസെപ്ഷനിൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ വെസ്റ്റിബുലാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻസ് ഓഫ് മൂവ്മെൻ്റ് ആണ്. അതായത് കുട്ടി ഒരു സ്വിങ്ങിലിരിക്കുമ്പോൾ കുട്ടി അത് ഏത് രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ചെയറിൽ ഇരിക്കുമ്പോൾ കുട്ടി അത് ഏത് രീതിയിലാണ് ആ സെൻസ് ഫീൽ ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വെസ്റ്റിബുലാറിനെ നമ്മൾ പറയുന്നത്. സെൻസറി ഇഷ്യൂസ് നമ്മൾ കണ്ടുവരുന്നത് കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്മെല്ലിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒന്നുകിൽ പെട്ടെന്ന് കുട്ടിക്ക് സ്മെല്ല് തിരിച്ചറിയാൻ പറ്റുക, അതുകൊണ്ട് കുട്ടിക്ക് ഉണ്ടാവുന്ന ഇറിറ്റേഷൻസും കാര്യങ്ങളും, അല്ലെങ്കിൽ കുട്ടി ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ സ്മെല്ല് തീരെ തിരിച്ചറിയാണ്ടിരിക്കുക. ഇങ്ങനെ 2 ടൈപ്സിലാണ് മെയിനായിട്ട് സെൻസറി ഇഷ്യൂസ് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ ഹിയറിങ്ങിൽ വരുമ്പോൾ ഒന്നുകിൽ കുട്ടി ഓവറായിട്ടുള്ള സൗണ്ടിന് അഡിക്റ്റ് ആവുക, എന്തെങ്കിലും ഒരു പാട്ട് അല്ലെങ്കിൽ TV ഒക്കെ വെച്ചാൽ ഒച്ചത്തിൽ വെച്ച് സൗണ്ട് ഉണ്ടാക്കി അത് കേൾക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കുട്ടി തീരെ സൗണ്ട് ഇഷ്ടപ്പെടാത്തൊരവസ്ഥ, സൗണ്ട് കേൾക്കുമ്പോൾ ഒച്ചത്തിലുള്ള സൗണ്ട് കേൾക്കുമ്പോൾ ഹൈപ്പർ ആവുന്നൊരവസ്ഥ, അതാണ് ഹിയറിങ്ങിൻ്റെ കാര്യത്തിൽ സെൻസറി ഇഷ്യൂസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സെൻസറി ഇഷ്യൂസ് ഉണ്ടാവുന്നത്, അതിൻ്റെ റീസൺസ് എന്താണെന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അണ്ടർ സ്റ്റിമുലസ് തന്നെയാണ്. അതായത് പണ്ടത്തെ പോലുള്ള ഔട്ട്ഡോർ ഗെയിംസും പുറത്തുള്ള ആക്ടിവിറ്റീസും, മണ്ണിൽ കളിക്കുക, വെള്ളത്തിൽ കളിക്കുക തുടങ്ങിയ ആക്ടിവിറ്റീസൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ശരിയായ രീതിയിലുള്ള സ്റ്റിമുലസ് കിട്ടാത്തത് കൊണ്ട് തന്നെ കുട്ടിക്ക് അത്തരത്തിലുള്ള സെൻസറി ഇഷ്യൂസ് ഉണ്ടാവാനുള്ള കാരണമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ അധികം കുട്ടികളും TV, മൊബൈൽ ഇതിൻ്റെയൊക്കെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് സെൻസ് പരമായിട്ടുള്ള സ്റ്റിമുലസ് കിട്ടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്റ്റിമുലസ് കിട്ടുന്ന സമയത്ത് കുട്ടി ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുകയും അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. സെൻസറി ഇഷ്യൂസിൽ തന്നെ സീക്കിംഗ് ബിഹേവിയർ ആയിട്ടും അതുപോലെ തന്നെ അവോയ്ഡിങ് ബിഹേവിയർ ആയിട്ടും 2 ടൈപ്സിൽ സെൻസറി ഇഷ്യൂസ് കാണാറുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശബ്ദത്തിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ചില കുട്ടികൾക്ക് TV വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള ശബ്ദം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അതായിരിക്കും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഭയങ്കരത്തിലുള്ള ഒച്ച കേൾക്കുമ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സിറ്റുവേഷനെ തന്നെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലുള്ള സെൻസറി ഇഷ്യൂസും ഉണ്ടാവാറുണ്ട്. ടച്ചിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ടാക്റ്റൈൽ ആയിട്ടുള്ള സെൻസറി ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ക്ലോത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നാം. അതുകൊണ്ട് കുട്ടി ആ ഡ്രസ്സ് ഇടാൻ താല്പര്യപ്പെടാത്തൊരവസ്ഥ. അതുപോലെ തന്നെ മുടി മുറിക്കുന്ന സമയത്ത് ആ ഒരു ടച്ച് ഇഷ്ടപ്പെടാണ്ടിരിക്കുക. അതുപോലെ തന്നെ നഖം കട്ട് ചെയ്യുന്ന സമയത്ത് ഒക്കെ കുട്ടികൾക്ക് ആ ഒരു സെൻസറി ഇഷ്യൂസ്, ടച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെൻസറി ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ നമുക്ക് അവോയ്ഡിങ് ബിഹേവിയർ ആയിട്ട് പറയാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ സീക്കിംഗ് ബിഹേവിയർ ആയിട്ട് പറയുന്ന ടച്ചിൽ അല്ലെങ്കിൽ ടാക്റ്റൈലിൽ വരുന്ന സെൻസറി ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇപ്പം ഏതെങ്കിലും ഒരു ടോയ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ മുഖത്ത് ഉരച്ച് നോക്കുക, അല്ലെങ്കിൽ അത് പട്ട് നോക്കിയതിന് ശേഷം മാത്രം അതിനെ ഫങ്ഷൻ ചെയ്യുന്ന അത് നമുക്ക് സീക്കിംഗ് ബിഹേവിയർ ആയിട്ട് പറയാം. ടാക്റ്റൈലിൽ വരുന്ന സീക്കിംഗ് ബിഹേവിയർ ആയിട്ട് പറയാം. ഈ 2 തരത്തിലും സെൻസറി ഇഷ്യൂസ് നമ്മൾ ടാക്റ്റൈലിൽ കാണുന്നുണ്ട്. ടാക്റ്റൈൽ സെൻസറി ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക് നമുക്ക് സാൻഡ് പ്ലേ കൊടുക്കാം, അതുപോലെ തന്നെ വാട്ടർ പ്ലേ. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും അതുപോലെ തന്നെ തെറാപ്പിസ്റ്റിൻ്റെയൊക്കെ മികച്ച സേവനം ഉണ്ടെങ്കിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന സെൻസറി ഇഷ്യൂസിൻ്റെ ഒരു പരിധി വരെ അതിൻ്റെ ലെവൽ കുറക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഓഡിറ്ററി സെൻസറി ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക് നമുക്ക് ആ ഒരു മ്യൂസിക് പ്ലേ തെറാപ്പിയിലൂടെയൊക്കെ നമുക്ക് ഹിയറിംഗ് ആയിട്ടുള്ള സെൻസറി ഇഷ്യൂസ് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ടച്ചിൻ്റെ നേരത്തെ പറഞ്ഞ ടാക്റ്റൈലിൻ്റെത് നമുക്ക് ഒരു ഗാർഡനിങ്, അതുപോലെ തന്നെ പുറത്ത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ മെയിനായിട്ട് പ്ലേ തെറാപ്പിയിലൂടെ നമുക്ക് ടാക്റ്റൈൽ സംബന്ധമായിട്ടുള്ള സെൻസറി ഇഷ്യൂസ് ഒരു പരിധി വരെ കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.